ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏവർക്കും ഈ ജീവിതത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവും ക്രൂശിന്മേൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞത്, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ഭവനം മുതൽ ദേശത്തിൻ്റെ ഉന്നത സ്ഥാനം വരെ, രാജ്യങ്ങളുടെ ഒരുമിച്ചുള്ള പല ഉന്നത സ്ഥാനം വരെ വിവിധ തരത്തിലുള്ള അധികാരങ്ങൾ വയ്ക്കുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും അവരവരുടേതായ അധികാരങ്ങളുണ്ട്. അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിനനുസരിച്ച് അവരുടെ ജോലി ചെയ്യുവാനും അതുപോലെ തന്നെ അവർക്ക് പ്രവർത്തിക്കുവാനും ആ അധികാരം അവർ ഉപയോഗിക്കുന്നു. ചിലർ അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നു. ചിലർ അധികാരം ലഭിക്കുമ്പോൾ അഹങ്കാരികളായി മാറുന്നു. ചിലർ അധികാരം ലഭിക്കുമ്പോൾ വളരെ താഴ്മയുള്ളവരായി മാറുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരം ലഭിച്ചാൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് നല്ലൊരു ഉദാഹരണം ബൈബിളിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ബാബേൽ സാമ്രാജ്യത്തിൻ്റെ രാജാവായ നെബൂഖദ്നേസർ രാജാവ് ഉള്ള പ്രതാപവും ശക്തിയും എല്ലാ അധികാരവും ഉപയോഗിച്ച് താൻ വലിയ മഹാനായ ഒരു രാജാവായി വാണുകൊണ്ടിരുന്നു. തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. നെബൂഖദ്നേസർ രാജാവിന് അധികാരം ലഭിച്ചപ്പോൾ, താൻ മഹാനായ പ്രതാപശാലിയായ ഒരു രാജാവായി തീർന്നപ്പോൾ, താൻ വലിയ ഒരു വിഗ്രഹം ഉണ്ടാക്കി സകലരും താൻ ഉണ്ടാക്കിയ വിഗ്രഹത്തെ കുമ്പിടണം, അതിൻ്റെ മുമ്പിൽ ആരാധിക്കണം എന്നൊരു നിയമം തൻ്റെ രാജ്യത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. എന്നാൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നു പേരുള്ള 3 യഹൂദ പുരുഷന്മാർ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവർ, രാജാവ് ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തിന് മുമ്പാകെ വണങ്ങുവാൻ തയ്യാറായില്ല. രാജാവ് അവരെ തീയിലിട്ട് കൊന്നുകളയുവാൻ ശ്രമം നടത്തിയെങ്കിലും അവർ ആരാധിച്ചിരുന്ന ദൈവം തീയുടെ മധ്യ ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി. സ്വന്തം കണ്ണാൽ ഈ കാഴ്ച കണ്ട നെബൂഖദ്നേസർ രാജാവ് തന്നെത്താൻ താഴ്ത്തി ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവമാണ് സകലത്തിന്മേലും രാജ്യത്വം ചെയ്യുന്നതെന്ന് അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം താൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ താൻ കണ്ടത് ഒരു വലിയ വൃക്ഷം ഭൂമിയിൽ നിന്ന് വളർന്ന് അത് സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ആ വൃക്ഷം ഭൂമിയിൽ അറ്റത്തോളം പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള എവിടെ നിന്നും ഈ വൃക്ഷത്തെ കാണാം. അങ്ങനെയുള്ള ഒരു വലിയ വൃക്ഷം. പക്ഷികൾ തങ്ങളുടെ കൂടുകൾ അതിലുണ്ടാക്കി, മൃഗങ്ങൾ അതിൻ്റെ തണലിൽ വന്നു. സകല പ്രാണികൾക്കും ആഹാരം ആ വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. സകലരും അതിൽ നിന്ന് ഭക്ഷിച്ച് തൃപ്തിയാകുന്ന ഒരു വൃക്ഷത്തെ കണ്ടു. എന്നാൽ താൻ ആ വൃക്ഷത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു വിശുദ്ധ ദൂതൻ ഇറങ്ങി കൽപ്പിച്ചത് ആ വൃക്ഷത്തെ വെട്ടിമുറിച്ചിടുക. ആ സ്വപ്നം കണ്ടപ്പോൾ രാജാവ് വളരെ ചിന്താകുലനായി തീരുവാൻ തക്കവണ്ണം ഇടയായി. എന്താണ് ആ സ്വപ്നം കണ്ടതെന്ന് തനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. താൻ വളരെ ചിന്താകുലനായി തീരുവാൻ തക്കവണ്ണം ഇടയായി. സകല മന്ത്രവാദികളെയും ദേശത്തുള്ള
സകല പണ്ഡിതന്മാരെയും വരുത്തി സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുവാൻ കൽപ്പിച്ചുവെങ്കിലും അവർക്ക് ആർക്കും അത് സാധിച്ചില്ല. ആ രാജധാനിയിൽ ഉണ്ടായിരുന്ന ദാനിയേൽ എന്നൊരുവനെ വരുത്തി ആ ദാനിയേലിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് വസിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നെബൂഖദ്നേസർ ദാനിയേലിനോട് തൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചു. ദാനിയേൽ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു. വളരെ വേദനയോടെ, വളരെ സങ്കടത്തോടാണ് ദാനിയേൽ പറഞ്ഞത്, രാജാവിനിത് സംഭവിക്കാതിരിക്കട്ടെ. ദാനിയേൽ പറഞ്ഞു, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണ്: സ്വർഗത്തിലെ ദൈവം രാജാവിൻ്റെ രാജത്വം നീക്കിയിരിക്കുന്നു, അധികാരം നിന്നിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. കൊട്ടാരത്തിൽ നീ വസിക്കില്ല എന്ന് മാത്രമല്ല, വനത്തിലേക്ക് പോയി മൃഗങ്ങളോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുപോലെ തന്നെ കാളയെപ്പോലെ പുല്ല് തിന്നുന്ന ഒരവസ്ഥയിലേക്ക് വരും. മൃഗങ്ങൾക്കൊത്ത് കഴിയും. 7 സീസൺ കഴിയുമ്പോൾ ഒരു മടങ്ങി വരവ് ഉണ്ടാകും എന്ന് ദാനിയേൽ പറയുവാൻ തക്കവണ്ണം ഇടയായി. അതേസമയം തന്നെ ദാനിയേൽ ഒരു ഉപദേശം കൂടി രാജാവിന് കൊടുത്തു. നീതി കൊണ്ട് പാപത്തെയും ദരിദ്രന്മാരോട് കൃപ കാണിച്ച് അധർമ്മത്തെയും പരിഹരിക്കുവാൻ ഒരു ഉപദേശം കൊടുത്തു. നീതി കൊണ്ട് പാപത്തെ പരിഹരിക്കുവാൻ, തൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ ഫലമായി തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുവാനായി ദൈവം തന്നെ പിന്നെയും വസിപ്പിക്കുവാൻ വേണ്ടി നീതി കൊണ്ട് പാപത്തെ പരിഹരിക്കുവാൻ ഒരു ഉപദേശം കൊടുത്തു. ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരും സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ഈ ഭൂമിയിലുള്ള സകലരെയും ദൈവം സ്നേഹിക്കുന്ന നിമിത്തം അവർ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപം എന്തെന്നറിയാത്തവനെ പാപമാക്കി ക്രൂശിന്മേൽ തറച്ച് ഒരു യാഗമായി അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ആ യാഗത്തിലൂടെ ഭൂമിയിലുള്ള സകല പാപികളും വിശ്വാസത്തിലൂടെ, സ്വന്തം പ്രവൃത്തിയിലൂടെയല്ല, വിശ്വാസത്തിലൂടെ നീതിമാന്മാരായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു വ്യവസ്ഥ ദൈവം ഇന്ന് ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ള ഒരു പാപിയും പാപിയായി ജീവിക്കേണ്ട കാര്യമില്ല. താൻ നീതിമാനായി മാറുവാൻ തൻ്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് സാധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവം തയ്യാറാക്കിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആ നീതിമാനായി തീരുന്ന വ്യവസ്ഥ അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാപിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ മരിച്ചു എന്നും മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപാകെ നീതിമാനായി തീരുന്നു. നമുക്കറിയാം, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാം ആരും തന്നെ നീതിമാന്മാരായി തീരുവാൻ സാധ്യമല്ല. കാരണം 2 നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ പിന്നെ 4 ദുഷിച്ച പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്ത് നാം നീതിമാന്മാരായി ആകുവാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും നാം താഴേക്കിറങ്ങി പാപി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ദൈവം ഈ മനുഷ്യരോട് കരുണ തോന്നി ദൈവം ചെയ്തത്, ദൈവം മനുഷ്യരെ നീതിമാന്മാരാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ദാനമായി നൽകി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം ദൈവം മനുഷ്യർക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ഇടയായി. നെബൂഖദ്നേസർ രാജാവ് വളരെയധികം സമ്മാനങ്ങളും അതുപോലെ തന്നെ ഉയർന്ന പദവിയും 3-ാം സ്ഥാനം ദേശത്ത് നൽകി ദാനിയേലിനെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ തന്നെത്താൻ താഴ്ത്തുവാൻ
തനിക്ക് സാധിച്ചില്ല. ഒരിക്കൽ താൻ ബാബേൽ തൻ്റെ രാജകൊട്ടാരത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം നിമിത്തം പറയുവാൻ തക്കവണ്ണം ഇടയായി, ഇതാ എൻ്റെ പ്രതാപത്തിൽ, എൻ്റെ ധനമാഹാത്മ്യത്തിൽ ഞാൻ പണിതെടുത്ത മഹതിയാം ബാബേൽ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. തന്നെത്താൻ അഹങ്കരിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ, തന്നെത്താൻ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഉടൻ തന്നെ താൻ രാജകൊട്ടാരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വനത്തിൽ മൃഗങ്ങളോടൊപ്പം വസിക്കുവാൻ തുടങ്ങി. കാട്ടുകഴുതകളോടൊപ്പം ജീവിക്കുവാൻ തുടങ്ങി. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് താൻ നനഞ്ഞു. കാളയെപ്പോലെ പുല്ല് തിന്നുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ അവസാനം 7 സീസണുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ നെബൂഖദ്നേസർ രാജാവ് തന്നെത്താൻ താഴ്ത്തി. താൻ പറഞ്ഞത്, മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ ദൈവം അധികാരം വയ്ക്കുന്നു, ദൈവത്തിന് ഇഷ്ടമുള്ളവനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുവെന്ന് ഉള്ള വലിയ ഒരു പ്രകാശനം തനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്ത്തി, ദൈവമാണ് സകലത്തിനും മേലിലെന്ന്, സകല അധികാരത്തിനും മുകളിലെന്ന് അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ തന്നെ ദൈവം വീണ്ടും മടക്കി രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. തൻ്റെ കാലശേഷം തൻ്റെ മകൻ ബെൽഷസർ രാജാവായി വന്നു. എന്നാൽ ആ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന, ദേവാലയത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ ബെൽഷസറും കൂട്ടരും ചേർന്ന് അതിൽ വീഞ്ഞു പകർന്ന് കുടിച്ചതിന് ശേഷം ജീവനില്ലാത്ത ദേവന്മാരുടെ മുൻപാകെ അതിനെ പുകഴ്ത്തുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം ഇത് കണ്ടു. അങ്ങനെ വീഞ്ഞു കുടിച്ചു മത്തനായിരിക്കുന്ന സമയത്ത് രാജാവ് ഒരു കാഴ്ച കണ്ടു. വെളിച്ചത്തിന് നേരെ എതിരെ ചുവരിൽ ഒരു കൈപ്പത്തി വന്ന് എഴുതുവാൻ തക്കവണ്ണം ഇടയായി. അതിലെഴുതിയത്, മെനെ മെനെ തെക്കേൽ ഉഫർസീൻ. രാജാവ് ഇത് കണ്ടു, കൈപ്പത്തി കണ്ടു, എഴുതിയിരിക്കുന്നതും കണ്ടു. സകല പണ്ഡിതന്മാരെയും സകല മന്ത്രവാദികളെയും വരുത്തി അവരോട് പറഞ്ഞു എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം പറയുവാൻ. എന്നാൽ ആർക്കും പറയുവാൻ സാധിച്ചില്ല. ആ രാജകൊട്ടാരത്തിൽ രാജ്ഞിയായിരുന്നവൾ രാജാവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അവിടുത്തെ പിതാവിൻ്റെ കാലത്ത് ദാനിയേൽ എന്നു പേരുള്ള ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. അവനെ വരുത്തുക, അവൻ ഇതിൻ്റെ അർത്ഥം പറയും. അവൻ ഉത്കൃഷ്ട മാനസനാണ്, അവനിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് വസിക്കുന്നു. അവൻ ഇതിൻ്റെ അർത്ഥം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദാനിയേലിനെ വരുത്തി. ദാനിയേലിന് വളരെയധികം സമ്മാനങ്ങളും ഉയർന്ന പദവിയുമൊക്കെ വാഗ്ദാനം ചെയ്തു. അതിനുശേഷം പറഞ്ഞു, നീ ഇതിൻ്റെ അർത്ഥം പറയുക. ദാനിയേൽ പറഞ്ഞു, സമ്മാനങ്ങളും പദവിയുമൊക്കെ രാജാവ് മറ്റാർക്കെങ്കിലും കൊടുത്താലും, എന്നാൽ എഴുതിയിരിക്കുന്നത്, ദൈവം നിന്നെ തൂക്കി നോക്കി, എന്നാൽ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യത്വം അവസാനിച്ചിരിക്കുന്നു. ദൈവം നിന്റെ രാജ്യത്വം നിന്നിൽ നിന്ന് നീക്കി മേദ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അർത്ഥം കേട്ടപ്പോൾ രാജാവിൻ്റെ മനസ്സിലെ വ്യാകുലം മാറിപ്പോയി. രാജാവ് പറഞ്ഞതുപോലെ തന്നെ ദാനിയേലിനെ ദേശത്തെ 3ാമനായി വാഴിച്ചു. അതുപോലെ തന്നെ വളരെയധികം സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ആദരിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെ ആ രാജാവ് കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. മേദ്യരുടെ രാജാവായ ദാര്യാവേഷ് രാജസ്ഥാനത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. ഈ ഭൂമിയിൽ വളരെയധികം അധികാരങ്ങളുണ്ട്, വളരെ ഉയർന്ന അധികാരങ്ങളുണ്ട്. എന്നാൽ ആ അധികാരത്തിനെല്ലാം മുകളിൽ ദൈവത്തിൻ്റെ അധികാരം ചലിക്കുന്നു. ഭൂമിയിലുള്ള സകല രാജ്യത്വത്തിന്മേലും സകല അധികാരത്തിന്മേലും സർവശക്തിയുള്ളവനും ഈ ലോകത്തെ സൃഷ്ടിച്ചവനും സകലത്തിൻ്റെ ഉടമസ്ഥനും സകല ചരാചരങ്ങൾക്കും ഭക്ഷണം നൽകുന്നവനും തൻ്റെ വചനത്താൽ സകല ചരാചരങ്ങളെയും ജീവനോടെ വയ്ക്കുന്നവനും തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച്
മാനവജാതിക്ക് രക്ഷ നൽകുകയും ചെയ്തവനായ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ അധികാരം ഈ ഭൂമിയിലുള്ള സകല അധികാരത്തിൻ്റെയും മുകളിലാണ്. അതിൻ്റെ സകല അധികാരത്തിൻ്റെയും സകല രാജ്യത്വത്തിൻ്റെയും മേളിൽ തനിക്ക് അധികാരമുണ്ട്. അധികാരങ്ങൾ ഇവിടെ മാറുകയും വരികയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചിലർ അധികാരത്തിൽ വരുമ്പോൾ എൻ്റെ അധികാരം കൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യാം എന്ന് വിചാരിക്കും. എന്നാൽ ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്, രാജ്യങ്ങൾ ദൈവത്തിൻ്റെതാണ്, രാജ്യത്തുള്ള ജനങ്ങൾ ദൈവത്തിൻ്റെതാണ്, രാജ്യത്വത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതാണ് ആ രാജ്യത്ത് നടക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. തൻ്റെ ഇഷ്ടത്തിന് സകലതും ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന നെബൂഖദ്നേസർ അത് ചെയ്യുവാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയായി. തൻ്റെ ഇഷ്ടത്തിന് സകലവും ചെയ്യുവാൻ ആഗ്രഹിച്ച ബൽഷസർ അത് ചെയ്യുവാൻ സാധിച്ചില്ല. തൻ്റെ രാജ്യത്വം നീങ്ങി മറ്റൊരു രാജാവ്, മറ്റൊരു സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ദാര്യാവേശ് രാജാവ് രാജസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ 120 അധിപതികളെ തൻ്റെ സകല സംസ്ഥാനങ്ങളിൽ മേലും അധിപതിയാക്കി വെച്ചു. എന്നാൽ അതിൻ്റെ മുകളിൽ 3 അധ്യക്ഷന്മാരെ നിയമിച്ചു. ആ 3 അധ്യക്ഷന്മാർ ഈ 120 അധിപതികളിൽ നിന്നും കണക്ക് ശേഖരിക്കുകയും രാജ്യത്തെ നന്നായി ഭരിക്കുവാൻ വേണ്ടിയിട്ട് ഈ 3 അധ്യക്ഷന്മാരെ ആക്കി. അതിലൊരുവൻ ദാനിയേലായിരുന്നു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ വസിച്ചിരുന്നത് കൊണ്ടും രാജാവ് തന്നെ സകലത്തിന്മേലും അധികാരിയാക്കുവാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ കണ്ടു, നെബൂഖദ്നേസർ രാജാവ് ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി വളരെ വർഷങ്ങൾ വാണു. എന്നാൽ തൻ്റെ അധികാരം അവസാനിച്ചപ്പോൾ തൻ്റെ മകൻ ആ സ്ഥാനത്തേക്ക് വന്നു. താനും ഈ ഭൂമിയിൽ വാണു. എന്നാൽ അതിനുശേഷം ആ അധികാരം മാറി മറ്റൊരു സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു, മേദ്യ പേർഷ്യ സാമ്രാജ്യം. അതിൽ മറ്റൊരു രാജാവ് അധികാരത്തിലേക്ക് വന്നു. എന്നാൽ ദാനിയേൽ ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ അധികാരിയായി തന്നെ ഇരുന്നു. ദാനിയേലിനെ ദൈവമാണ് അധികാരിയാക്കി ബാബേൽ സാമ്രാജ്യത്തിൽ നിയമിച്ചത്. അതേ ദൈവമാണ് ദാനിയേലിനെ അധികാരിയാക്കി മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലുമാക്കിയത്. അധികാരങ്ങൾ മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ദാനിയേൽ അതേ അധികാരത്തിൽ തന്നെയായിരുന്നു. അതിലും വലിയ അധികാരത്തിലേക്കും പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദാനിയേൽ ഉത്കൃഷ്ട മാനസനും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവനുമായിരുന്നുവെന്ന് ഈ രാജാക്കന്മാരെല്ലാവരും തന്നെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായി. ഈ രാജാക്കന്മാർ എല്ലാവരും തന്നെ ദാനിയേലിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായി. രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമായി ദാനിയേലിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. സകലത്തിന്മേലും അധികാരമുള്ളവനായി ദാനിയേലിൻ്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല എന്ന് ഈ 3 രാജാക്കന്മാരും സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇടയായി. ദാനിയേലിൻ്റെ ദൈവത്തെ പോലെ, ആ ദൈവത്തിൻ്റെ രാജ്യത്വം നിലനിൽക്കുന്നത് പോലെ ഒരു രാജ്യത്വവും നിലനിൽക്കുന്നില്ല. എന്നേക്കും നിലനിൽക്കുന്ന രാജ്യത്വമാണ് ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്വമെന്ന് ഈ 3 രാജാക്കന്മാരും അംഗീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദാനിയേൽ ദൈവത്തിനു വേണ്ടി നിന്നപ്പോൾ അധികാരങ്ങൾ മാറിക്കൊണ്ടിരുന്നെങ്കിലും ദാനിയേലിന്റെ അധികാരം മാറിയില്ല. ദൈവം അധികാര സ്ഥാനത്താക്കിയിരുന്നവൻ ആ അധികാരത്തിൽ തന്നെ തുടരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് ഈ ഭൂമിയിൽ ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ദാനിയേലിന് വേണ്ടിയാണ്.
അധികാരങ്ങൾ ഈ ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കും. ശക്തന്മാരായ ചിലർ വരും, ശക്തിഹീനരായ ചിലർ വരും. ശക്തന്മാരും മാറും, ശക്തിഹീനരും മാറും. എന്നാൽ ദൈവത്തിന്റെ അധികാരം എന്നേക്കും നിലനിൽക്കും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. തന്റെ അധികാരത്തെ അംഗീകരിച്ചവർ ദൈവത്തിന്റെ ശക്തിയെ തന്റെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി. ഒരിക്കൽ ഒരു ശതാധിപൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, എൻ്റെ ദാസൻ ദീനമായിരിക്കുന്നു, എന്നാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവന് സൗഖ്യം വരും. കാരണം ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്, എനിക്കറിയാം അധികാരം എന്താണെന്ന്. ഒരുവനോട് ഞാൻ പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. അതുകൊണ്ട് നീ കൽപ്പിച്ചാൽ ആ രോഗം പോകും. സൗഖ്യം ആകട്ടെ എന്ന് നീ കൽപ്പിച്ചാൽ അവൻ സൗഖ്യമാകും എന്ന് വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരത്തെ അംഗീകരിച്ച ശതാധിപൻ ഉടൻ തന്നെ തൻ്റെ ദാസനെ സൗഖ്യമുള്ളവനായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സകല അധികാരത്തിന്മേലും മേലെ അധികാരമുള്ളവനെന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇന്ന് രോഗത്തിൻ്റെ അധികാരം, അന്ധകാരത്തിൻ്റെ അധികാരം, ഈ ദേശത്തിലെ പല അധികാരം, ദാരിദ്ര്യത്തിൻ്റെ അധികാരം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സമയങ്ങൾ മാറാം, കാലാവസ്ഥ മാറാം, ഭരണങ്ങൾ മാറാം, ദൈവത്തിന് മാറ്റമില്ല. കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, ഒരിക്കലും മാറ്റമില്ലാത്തവൻ. ആ മാറ്റമില്ലാത്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൻ്റെ അധികാരം അയക്കുമ്പോൾ, നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ചിന്താകുലരാക്കുന്ന, നിങ്ങളെ രോഗികളാക്കുന്ന, നിങ്ങളെ ദരിദ്രരാക്കി മാറ്റുന്ന സകല അധികാരങ്ങളും ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തും. കാരണം സകല അധികാരവും കർത്താവായ യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ളവൻ, സകലത്തിൻ്റെയും മുകളിൽ അധികാരമുള്ളവനായ ദൈവം കർത്താവായ യേശുക്രിസ്തു. നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. കർത്താവിൻ്റെ ഈ അധികാരം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനെ അടിയങ്ങൾക്കായി നൽകിയതിനായി നന്ദി. കർത്താവെ, അവിടുന്ന് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ അധികാരത്തെ അംഗീകരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് വിവിധ അധികാരങ്ങൾ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരാശയുടെ അധികാരം, രോഗത്തിൻ്റെ അധികാരം, ദാരിദ്ര്യത്തിൻ്റെ അധികാരം, ഈ ദേശത്തിലെ പല അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ അധികാരം ഇന്നവരെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ, അവിടുത്തെ അധികാരം അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ, അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല അധികാരങ്ങളും ഇന്ന് തിരുമുമ്പിൽ മുട്ടുകുത്തുവാൻ ഇടയായി തീരട്ടെ. ഒരു വലിയ സൗഖ്യം ഇന്ന് സകല ജനത്തിന്മേലും വ്യാപരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.